കൂടി ലോകത്ത് നിർത്തിയത് ഇസ്ലാമത. പെണ്ണുപിടി ലോകത്ത് നിർത്തിയത് ഇസ്ലാമത. ലോകത്തൊരു മതത്തിനും അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ പറ്റില്ല. ഇന്ന് വരെ നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിരുന്നതും ആയിരിക്കുന്നതുമായ മഹാനായ മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധി അദ്ദേഹം മരിച്ചുപോയത് ഡൽഹിയിലെ ബിർള മന്ദിരത്തിന്റെ ഉമ്മറത്ത് വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഒരു വർഗീയവാദിയുടെ വെടിയേറ്റുകൊണ്ടാണ്. ഹരേ ശ്രീരാം കി ജയ് എന്ന് പറഞ്ഞിട്ടാണ് ഗാന്ധി മരിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടല്ല. അദ്ദേഹം പഠിച്ചത് അതായിരുന്നു, അത് ചൊല്ലിയിട്ട് മരിച്ചു. പക്ഷേ മരിക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പേ ഗാന്ധി പ്രസംഗിച്ചത് രണ്ട് കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന്, നരേന്ദ്രമോദിക്കെതിരെ ഗാന്ധി പറഞ്ഞു, ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് വേണ്ട, നാനാത്വത്തിൽ ഏകത്വമായി ഇന്ത്യ നിലകൊള്ളട്ടെ, ഇന്ത്യയിൽ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒരു പുഷ്പമായി കൊണ്ട് മൈസൂരിലെ വൃന്ദാവനത്തിലുള്ള പുഷ്പങ്ങളെ പോലെ എല്ലാ പുഷ്പങ്ങളും പുഷ്പിച്ചു നിൽക്കുന്ന മനോഹരമായ ഒരു ഇന്ത്യ ഇവിടെ ഉണ്ടാവട്ടെ. ഹിന്ദു മാത്രം പോരാ ഇന്ത്യയില്, മുസ്ലിം മാത്രം പോരാ ഇന്ത്യയില്, ക്രിസ്ത്യാനി മാത്രം പോരാ ഇന്ത്യയില്, സിഖുകാരൻ മാത്രം പോരാ ഇന്ത്യയില്, ഇന്ത്യയിൽ എല്ലാവരും ഉണ്ടാവട്ടെ. ഇന്ത്യ ഒരു പൂന്തോപ്പാകണമെങ്കിൽ ഇന്ത്യയിൽ തലയെക്കെട്ട് വേണം, കാവ്യ വസ്ത്രം വേണം, കുരിശു വേണം, നക്ഷത്രം വേണം, എല്ലാം വേണം. അതുകൊണ്ട് ഇന്ത്യ ഒരു പൂങ്കാവനമായി നിലനിൽക്കട്ടെ എന്ന് ഗാന്ധിജി പ്രസംഗിച്ച് കഴിഞ്ഞ് അരമണിക്കൂർ തികയുമ്പോഴാണ് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറഞ്ഞ മനുഷ്യൻ ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച് ഗാന്ധിജി പെടഞ്ഞുകൊണ്ട് മരിച്ചത്. അപ്പോൾ ഗാന്ധിജി പ്രസംഗിച്ച ഒരു പ്രസംഗം, ഇന്ത്യയിൽ എന്റെ ആഗ്രഹം മരിക്കുന്നതിന് മുമ്പേ സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പാക്കണം എന്നായിരുന്നു. ഗാന്ധിജിക്ക് വേണ്ടിയാണല്ലോ ഇന്ന് എല്ലാ പാർട്ടിയും പറയുന്നത് ഗാന്ധിജിയുടെ ആള് ഞങ്ങളാ, ഗാന്ധിജിയുടെ ആള് ഞങ്ങളാണ്. ഇന്ത്യ ഭരിച്ച സ്വാതന്ത്ര്യം 1947 ശേഷം ഇന്ത്യ ഇതുവരെ ഭരിച്ച ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു പഞ്ചായത്തിലെങ്കിലും സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പാക്കാൻ സാധിച്ചോ? ഒരു പഞ്ചായത്തിലെങ്കിലും സാധിച്ചോ സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പാക്കാൻ നോക്കിയ ഒരു സമയത്ത് കേരളത്തിൽ ആര്? ശ്രീമാൻ AK ആന്റണി ഇവിടെ ഭരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്ന കാലം. ഞാൻ രാഷ്ട്രീയം പറയല്ല. ആന്റണി ഭരിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ചാരായം നിരോധിച്ചു. ഇനി കേരളത്തിൽ ചാരായം ഹറാം ഓർഡർ ഇറങ്ങി. ഗവൺമെന്റ് ജിയോ പുറത്തിറങ്ങിയപ്പോ ചാരായം വാറ്റുവാൻ ആളുകളൊക്കെ വെട്ടിലായി. നിരവധി ചാരായ ഷാപ്പുകാരെ അന്നമുട്ടി. അപ്പൊ അവരെന്ത് ചെയ്തു? ചാരായം ഹറാമാക്കിയപ്പോ വേറൊരു നെത്തീച്ച കതിയ കൂട്ടിണ്ടാക്കി. അന്ന് മുതൽ പൊന്തി വന്ന സാധനമാണ് ആനമയക്കി. ചാരായം നിരോധിച്ചപ്പോ നമ്മുടെ നാട്ടിൽ കിട്ടിയ മറ്റൊരു സാധനമാണ് ആനമയക്കി. ഞാൻ ആ സമയത്ത് കൊടകിലേക്ക് ഇങ്ങനെ വായതിന് പോകുകയാണ്. തലശ്ശേരിയിൽ നിന്ന് കൂട്ടുപുഴ വഴി, ഇരട്ടി വഴി, വിരാജ്പേട്ട വഴി കൊടകിലേക്ക് ഞാൻ വായതിന് പോകുന്നു. കൂട്ടുപുഴ എന്ന് പറഞ്ഞ സ്ഥലം, അതിന് മുകളിലൊരു പാലമുണ്ട്. ആ പാലം അപ്പുറത്ത് കിടന്ന കർണാടകം, ഇപ്പുറത്ത് കേരളം. ഈ ഒരു പാലാണ് എല്ലായിടത്തും അതിര്. ഇപ്പൊ വാളയാറ് കുറച്ചങ്ങ് പോയ ഒരു ചെറിയൊരു പാലമുണ്ട്. ആ പാലം അപ്പുറത്ത് കഴിഞ്ഞാൽ തമിഴ്നാട്, ആ പാലപ്പുറത്ത് കഴിഞ്ഞാൽ കേരളം. മംഗലാപുരത്തേക്ക് പോകുമ്പോ തലപ്പാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. തലപ്പാടി ചെക്ക് പോസ്റ്റ് അങ്ങോട്ട് കിടക്കുന്നതിന് മുമ്പേ ചെറിയൊരു പാലുണ്ട്. ആ പാലം അങ്ങോട്ട് കിടന്ന കർണാടകം, ആ പാലം അങ്ങോട്ട് കിടന്ന കേരളം. ഈ സ്റ്റേറ്റിന്റെ അധികാരങ്ങളൊക്കെ നിൽക്കുന്ന ചെറിയൊരു സിറാത്തുൽ മുസ്തഖീമിന്റെ മുകളിലാണ്. അപ്പോ ഈ കൂട്ടുപുഴയിൽ ഞാനെത്തിയപ്പോ കണ്ടൊരു വലിയ സംഭവം. എന്നെ വായന കൊണ്ടുവന്ന ഒരു ഉസ്താദ് പറഞ്ഞു, ഉസ്താദെ വണ്ടി ഇവിടെ നിർത്ത്, ഒരു സംഭവം കാണിച്ചു തരാം. എന്താ? പോലീസ് ഇങ്ങനെ ലാത്തിയും പിടിച്ച് നിൽക്കുക. കേരളത്തിലെ പോലീസ് വല്ല ചാരായവും കൂടെ ആരെങ്കിലും കടത്തിനുണ്ടോ കയ്യോടെ പിടികൂടാൻ. അവ ചില കേരളക്കാര് വില്ലന്മാർ എന്ത് ചെയ്യണോ, ഈ പാലത്തിന്റെ മുകളിൽ പോയിട്ട് ഒരു കാലം അങ്ങോട്ട് വെക്കുന്നു, ഒരു കാലം ഇങ്ങോട്ട്. എന്നിട്ട് അപ്പുറത്ത് ചാരായം സുലഭമാണ്. കാരണം കർണാടകയിൽ അന്ന് ചാരായം ജായിസ്, കേരളത്തിലെ ഹറാമാണ്. കർണാടകയിൽ ഒരു കാലി വെച്ചിട്ട് ചാരായ കുപ്പി എടുത്ത് കുടിക്കുകയാണ്. കേരള പോലീസ് വരുമ്പോ ഈ കാലി ഇങ്ങോട്ടൊന്ന് മാറ്റും. ഫുള്ള് കർണാടക, തൊടാൻ പറ്റില്ല. ഇതാണ് നിയമ നിരോധനം. മാസങ്ങൾ പോലും തികക്കാൻ പറ്റിയില്ല. പൂർവോപരി ശക്തി പ്രാപിച്ച് ചാരായം തിരിച്ചു വന്നു എന്ന് മാത്രമല്ല, ചാരായം നിരോധിച്ചപ്പോണ്ടായ ആ സാധനം ഉണ്ടല്ലോ, ആനമയക്കി, അതിപ്പോ എല്ലായിടത്തും അണ്ടർഗ്രൗണ്ടിൽ സുലഭമായി ലഭിക്കുകയും ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ഭരണാധിപന്മാർ ഒരു സാധനം നിരോധിച്ചപ്പോ കിട്ടിയ വിവരം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാ മദ്യം നിർത്തിയത്? നിയമം കൊഴിയ വഴിയല്ല, ഒരൊറ്റ പ്രസംഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാക്കളെ, നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിച്ചു പോയാൽ
ആഖിറത്തിൽ സ്വർഗത്തിൽ കടന്നാൽ അല്ലാഹു അവിടെ നിങ്ങൾക്ക് കള്ളു കുടിക്കുന്നത് ഹറാമാക്കി കളയും. അതുകൊണ്ട് ദുനിയാവിലെ കള്ളു കുടിക്കുന്നവന് ആഖിറത്തിൽ കള്ളു കിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം കേട്ടപ്പോൾ മദ്യത്തിന്റെ കുപ്പി കയ്യിലുണ്ടായിരുന്നവർ നിലത്തിട്ടു. എന്തിനധികം കള്ളു കുടിച്ചിട്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു ഇസ്ലാം മദ്യം നിരോധിക്കുന്നതിന് മുമ്പേ. ഞാനിവിടെ പരാമർശം നടത്തിയ സയ്യിദുനാ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ മദ്യം നിരോധിക്കപ്പെടാത്തൊരു കാലഘട്ടത്തിൽ മുഴുക്കുടിയനായിരുന്ന ആളായിരുന്നു. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് കള്ളു കുടിച്ച കഥ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. 3 ഘട്ടങ്ങളായിട്ടാണ് മദ്യപാനം ഇസ്ലാം നിരോധിച്ചത്. ആദ്യം ഖുർആനിൽ അല്ലാഹു പറയുന്നു, മദ്യം കുടിക്കുന്നതിൽ നിങ്ങൾക്ക് കുറഞ്ഞ ഉപകാരമുണ്ട്, അതിനേക്കാൾ ഉപരി ഉപദ്രവമുണ്ട്. ഈ ആയത്തിറങ്ങിയപ്പോൾ വലിയ വിഭാഗം ആളുകളും മദ്യത്തിന്ന് മാറി നിന്നു. പിന്നീട് മദ്യം നിരോധിക്കുന്നത് എപ്പോഴാണ്? ഒരു കൂട്ടം സഹാബത്ത് കല്ലു കുടിച്ചുകൊണ്ട് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്നു. മഗ്രിബ് നമസ്കാരത്തിന് ഇമാമ് നിന്നൊരു സഹാബി പരിശുദ്ധ ഖുർആൻ തെറ്റായി കൊണ്ട് ഓതുകയാണ്. ഓതുന്നത് എന്താണ്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അഅ്ബുദു മാ തഅ്ബുദൂൻ. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്നുള്ളിടത്ത് അഅ്ബുദു മാ തഅ്ബുദൂൻ എന്നോദിയപ്പോൾ ഇസ്ലാം ഉദ്ദേശിക്കുന്ന ആശയം മുഴുവൻ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ബഹുദൈവ വിശ്വാസികളായ ആളുകളെ, അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന സകല ദൈവങ്ങൾക്കും ഞങ്ങളും ആരാധിക്കുന്നു. പിന്നെ ഇസ്ലാമിൽ വ്യത്യാസമുണ്ടോ? ഇവിടെ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്നായാലോ, നിങ്ങൾ ആരാധിക്കുന്ന ഒരു ദൈവത്തിനും ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഞങ്ങൾ ആരാധിക്കുന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ മാത്രമാണ് എന്ന യഥാർത്ഥ കലിമത്ത് തൗഹീദിന്റെ ആശയത്തിൽ കട്ട് ചെയ്തുകൊണ്ട് മദ്യപിച്ച് സ്വഹാബത്ത് മത്തുമറന്നുകൊണ്ട് ഓതിയപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയത്ത് ഓതുന്നത് കേട്ടു. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ഇന്ന് മഗ്രിബ് നമസ്കാരത്തിന് സ്വഹാബത്ത് മദ്യം കുടിച്ചുകൊണ്ട് പള്ളിയിൽ സൂറത്തുൽ വദാഇന്ന സൂറത്ത് ഓതിയത് തെറ്റാണ്, അവിടെ ലാമ് കട്ടുകൊണ്ടാണ് ഓതിയിരിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വാക്ക് കേട്ട റസൂലുള്ളാഹി ദുആ ചെയ്തു, തമ്പുരാനെ, മദ്യത്തിന് അവസാനമായൊരു നിയമം ഇറക്കി തരണേ. അപ്പോഴാണ് ആകാശത്തുനിന്ന് ജിബ്രീൽ എന്ന മലക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത്, വലാ തഖറബുസ്സലാ വഅൻതും സുകാറാ, നിസ്കരിക്കാൻ വരുമ്പോൾ നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് വരാൻ പാടില്ല. നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ മദ്യപിക്കാൻ പാടില്ല. സഹാബത്ത് പിന്നെ നിസ്കരിക്കുമ്പോൾ മദ്യപിച്ചില്ല. പക്ഷേ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ മദ്യഷാപ്പിലായി. സഹാബത്തിന്റെ കൂട്ടത്തിൽ പലരും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്ന് മൂന്നാമതും പറഞ്ഞു, നബിയെ, കല്ല് ഷാപ്പിൽ സ്വഹാബത്തിന്റെ നീണ്ട നിര കാണുകയാണ്, അതുകൊണ്ട് മദ്യം പറ്റ നിരോധിക്കുന്ന സംവിധാനം വരണം. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം വന്നുപോയി. ജിബ്രീൽ എന്ന മലക്കിറങ്ങിക്കൊണ്ട് അല്ലാഹുവിന്റെ സന്ദേശം കൊടുത്തത് എങ്ങനെയാണ്? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ചീട്ട് ഹറാമാണ്, കല്ല് ഹറാമാണ്, മദ്യം ഹറാമാണ്, മുഴുവൻ അല്ലാഹു നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് ഒരു സഹാബി പറയാണ്, അബൂബക്കറേ, ഞാൻ മദ്യപിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ജിബ്രീൽ എന്ന മലക്ക് ആയത്ത് ഓതി കേൾപ്പിച്ചത് ഞാൻ അറിഞ്ഞിരിക്കുകയാണ്. വായന്റെ അകത്തേക്ക് കയ്യങ്ങ് കടത്തിയിട്ട് കുടിച്ച കല്ല് മുഴുവനും സിദ്ദീഖുൽ അക്ബറിന്റെ മുമ്പിൽ ഛർദ്ദിച്ചു പോയി ആ സഹാബി. വേറെ ചില സഹാബത്ത് എന്ത് ചെയ്തു? തന്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് നേരെ ഇറങ്ങി മദീനയുടെ തെരുവില് അവർ സ്ഥാപിച്ച കള്ള് ഷാപ്പുകളൊക്കെ അടിച്ചുടച്ചു, കള്ളിന്റെ വീപ്പക്കുറ്റികൾ തച്ചുടച്ചു. ചരിത്രകാരകന്മാര് രേഖപ്പെടുത്തി വെച്ചു, മദീനയുടെ അഴുക്ക് ജാലിലൂടെ അന്നാണ് കള്ളിന്റെ പുഴ ഒലിച്ചു പോകുന്നത് ഞങ്ങൾ കണ്ടുപോയത്. 24 മണിക്കൂറിന്റെ ഉള്ളില് മദീന എന്ന് പറയുന്ന രാജ്യം സമ്പൂർണ്ണ മദ്യ നിരോധന രാജ്യമായി അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹിന്റെ മരണം വരെ, വഫാത്ത് വരെ പിന്നീട് ഒരാളും മദീനയിൽ കള്ളുകുടിച്ചില്ല. സത്യസന്ധമായ റിപ്പോർട്ടാണ് മക്കളെ.
പുഞ്ഞാരറോളയിൽ പോകുന്നതെന്നാ ഓമനം വീശുന്ന റൗളാസുവനത്തിൽ ചേരുന്നതെന്നാണ് ഹൃദയം തൂകുന്നതെന്നാണ് പുഞ്ഞാരനിബീന കാണുന്നതെന്നാ പുഞ്ഞാരറോളയിൽ പോകുന്നതെന്നാ ഓമനം വീശുന്ന റൗളാസുവനത്തിൽ